നാവ് ശുദ്ധമാണോ? ഇസ് യുവർ ടങ് ക്ലീൻ? യെശയ്യാ 53 വാക്യങ്ങളിൽ തന്നെയാണ് എടുക്കുന്നത്. നമ്മുടെ നാവിനെ ശുദ്ധമാക്കണമെന്ന് വളരെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷെ വചനം പറയുന്നത് നീതികേട് ജപിക്കുന്ന നാവുകളാണെന്ന്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. നീ നാവ് കൊണ്ട് നീതികേടിനെ നീ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നാവ് കൊണ്ട് നീതികേടിനെ ജപിക്കുക എന്ന് പറയുമ്പോൾ അതിന് വലിയ ഒരു വളരെ കോൺസിക്വൻസ് ഉണ്ട്. അതായത് നാവ് കൊണ്ട് ചില പ്രായം ചെന്ന സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. നാശം, ശാപം, പിശാച് പിടിച്ചത്, ഇവൻ പിശാച, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ദാറ്റ് മീൻസ് they are really bringing that evil things into the house by their talk. ഒരു സൈഡിൽ കൂടെ ഒരു വേദപുസ്തകമൊക്കെ വായിക്കും, പക്ഷെ നാവ് കൊണ്ട് അവർ ശാപിച്ചുകൊണ്ടിരിക്കുന്നു. എന്നോട് പ്രാർത്ഥിക്കുന്ന പല വ്യക്തികളും പറയാറുള്ളൊരു സത്യമാണ്, പ്രായമുള്ളൊരു വീട്ടിലുണ്ട്, അവർ പ്രാർത്ഥിക്കുന്നതാണ് ഒരു സൈഡിൽ കൂടെ വലിയ പ്രാർത്ഥനയാണ്, മറ്റേ സൈഡ് കൊണ്ട് നാവ് കൊണ്ട് ഈവിളായിട്ടുള്ള ദുഷ്ടത പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന്. ഒരുപക്ഷെ നമ്മുടെ സ്വന്തം മക്കൾ, കൊച്ചുമക്കൾക്കെതിരായിട്ടാകാം, ചിലപ്പോൾ നമ്മുടെ അയൽവക്കക്കാർക്കെതിരായിട്ടായിരിക്കും ഈ നാവ് ദുഷ്ടത ജപിച്ചുകൊണ്ടിരിക്കുക. ഇത് ദുഷ്ടത ജപിച്ചുകൊണ്ട് അല്ലെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അറിഞ്ഞോ അറിയാതെ ഇത് പുറത്തു വരും, പുറത്ത് വരാതിരിക്കത്തില്ല. വാട്ട് ഈസ് ഇൻസൈഡ്, നിൻ്റെ ഹൃദയത്തിനകത്ത് നിറയുന്നതല്ലേ പുറത്തു വരത്തുള്ളൂ. അപ്പോൾ ഈ നാവ് കൊണ്ട് തെറ്റ് ചെയ്യുന്നവരും തിന്മ പ്രവർത്തിക്കുന്നവരുമായവരോട് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, നാവിനെ കടിഞ്ഞാടിടണം. ഈ നാവിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നത്, നിങ്ങളുടെ നാവ്, അതായത് നിങ്ങളുടെ അധരങ്ങൾ ഭോഷ്കെ സംസാരിക്കുന്നു. സങ്കീർത്തനം 140:3. അവർ സർപ്പം പോലെ ഞങ്ങളുടെ നാവുകളെ കൂർപ്പിക്കുന്നു, അവരുടെ അധരങ്ങൾക്ക് കീഴെ അണലി വിഷമുണ്ട്. എന്താണ് സർപ്പം പോലെ നാവിനെ കൂർപ്പിക്കുന്നു, അവരുടെ അധരങ്ങൾക്ക് കീഴെ അണലി വിഷം. അപ്പം നമ്മൾ ഓർക്കണം, ഈ മനുഷ്യനെ കൊത്തിക്കൊണ്ട് കുത്തുന്നതിലും അല്ലെ തോക്കുകൊണ്ട് വെടിവെക്കുന്നതിലും ശക്തമേറിയ ഒരായുധമാണ് നമ്മുടെ നാവിൻ്റെ അടിയിലിരിക്കുന്നത്. ഇത് സർപ്പമാണ്, ഇത് അണലിയാണ്. ഇത് ശരിയായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ ദുഷ്ടതയ്ക്ക് തന്നെ ഉപയോഗിക്കുന്നു. ജീവിതം മുഴുവനും ദുഷ്ടതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട് നാവ് കൊണ്ട്. സത്യദൈവത്തെ അറിയാൻ വയ്യാതെ ദുഷ്ടതയ്ക്ക് വേണ്ടി വർഷിപ്പ് ചെയ്യുന്നവരില്ലേ? അവരെന്താണ്? നാവ് കൊണ്ട് സർപ്പത്തിൻ്റെ പ്രവർത്തനമല്ലേ ചെയ്യുന്നത്? അതുപോലെ അണലിയുടെ സ്വഭാവമല്ലേ അവർ കാണിക്കുന്നത്? അപ്പം ദൈവത്തിൻ്റെ പറയുന്നത്, നാവ് ഒരു തീയാണ്. അത് അനീതി ലോകമായി ദേഹത്തെ മുഴുവനും മലിനമാക്കുന്നു. യാക്കോബിൻ്റെ 3:6. നാവ് ഒരു തീയാണ്, അത് നമ്മുടെ ശരീരത്തെ മുഴുവനും. അപ്പം നമ്മൾ മറ്റുള്ളവർ മലിനമാക്കുകയല്ല, നമ്മുടെ തന്നെ നാവ് കൊണ്ട്. അങ്ങനെ മറ്റുള്ളവർക്കും നാവ് കൊണ്ട് പറഞ്ഞ് നമ്മളെ മലിനമാക്കാം. നമ്മൾ പറയത്തില്ല, ഓരോ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ചെരുപ്പ് എറിഞ്ഞു, അല്ലെങ്കിൽ അവൻ മുട്ടയെടുത്ത് എറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. പക്ഷെ അതിലും പ്രയാസമാണ് നാവ് കൊണ്ടൊരു കാര്യം പറഞ്ഞാൽ. ഈ നാവ് സർപ്പത്തിനെ പോലെ ഉപയോഗിക്കുന്നെങ്കിൽ ചിലത് പിന്നെ ജീവിതത്തിൽ പൊങ്ങി വരത്തില്ല. അപ്പം നമ്മൾ നാവിനെ ശരിയായിട്ട് ഉപയോഗിച്ചില്ല എങ്കിൽ അനുഗ്രഹത്തിന് പകരം ശാപമാണ് ഉണ്ടാകുന്നത്. യാക്കോബിൻ്റെ 3:2 പറയുന്നു, വാക്കിൽ തെറ്റാതിരുന്നാൽ മനുഷ്യൻ സൽഗുണപൂർത്തിയുള്ളവനായി മാറും. നിൻ്റെ വാക്ക് ശരിയായാൽ യു ബിക്കം എ പെർഫെക്റ്റ് പേഴ്സൺ. അതായത് നീ തീർത്തും പൂർണ്ണതയുള്ളൊരു മനുഷ്യനുണ്ടോ? സത്യത്തിൽ പൂർണ്ണതയുള്ളൊരു മനുഷ്യനുണ്ടോ? പക്ഷെ പൂർണ്ണതയുള്ള മനുഷ്യനാകുന്നത് എങ്ങനെയാണെന്ന് വേദപുസ്തകം എഴുതിയിരിക്കുന്നു. വാക്കിൽ നീ തെറ്റാതിരുന്നാൽ നീ പൂർണ്ണതയുള്ള മനുഷ്യനാകും. അതിന് ഓപ്പോസിറ്റായിട്ടെന്ന് ഈ നാവ് കൊണ്ട് തന്നെ നന്മ പറയുന്നതിന് സങ്കീർത്തനം 63:3 പറയുന്നു, എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. 1 പത്രോസ് 3:10 പറയുന്നു, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ നിൻ്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. അതാണ് ഈ നാവ്. ഈ തക്ക സമയത്തുള്ള ഉത്തരം വെള്ളിത്താലത്തിന്മേലിരിക്കുന്ന പൊന്നാരങ്ങ പോലെയാണെന്നാണ്. അപ്പോൾ ഈ പണ്ടൊക്കെ രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ രാജാവിന് ഇടത്തും വലതും തമാശ പറയുന്ന വിഭൂഷകന്മാരും അതുപോലെ തന്നെ മന്ത്രിമാരും ഒക്കെയുണ്ട്. അവരിടയ്ക്ക് തമാശ പറഞ്ഞ് ജീവിതം ഇച്ചിരി സോഫ്റ്റ് അല്ലെങ്കിൽ ഹൃദ്യമാക്കി മാറ്റിയാണ്. എന്നാൽ നാവ് കൊണ്ട് അനുഗ്രഹിക്കുന്നവരെ തക്ക സമയത്ത് ഒരു ഉത്തരം പറയാൻ രാജാവിന് ഉപദേശം കൊടുത്തെങ്കിൽ ആ രാജാവ് ബുദ്ധിമാനായിട്ട് കാണും. എന്തുകൊണ്ടാണ്?
നാവ് കൊണ്ട് നീ ശരിയായിട്ട് ഉപയോഗിക്കും. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ നിൻ്റെ നാവിനെയും വ്യാജം പറയാതെ നിൻ്റെ അധരത്തെയും അടക്കിക്കൊള്ളണം. നമ്മുടെ നാവിനെയും അധരത്തിനെയും സൂക്ഷിക്കുവാൻ ദൈവം അധികമായിട്ട് ആഗ്രഹിക്കുക. അപ്പം നമ്മൾ സ്തുതിക്കുന്ന ഒരു നാവായിട്ട് മാറുന്നു എങ്കിൽ നാവ് കൊണ്ട് എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നാവ് സമർത്ഥനായ ലേഖകൻ്റെ ഒരു എഴുത്തുകോലാണ്. നാവ് നീതികേട് ജപിക്കുക എന്ന് പറയുമ്പം ഒരാൾ ഒരു ബുക്ക് എഴുതുക, അല്ലെങ്കിൽ ഒരു സ്റ്റോറി എഴുതുക, ഒരു ആർട്ടിക്കിൾ എഴുതുക. അതിൽ ആ മനുഷ്യൻ്റെ നാവിനെക്കുറിച്ച് പറയുന്നത് അവൻ്റെ നാവാണ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോലായിട്ട് മാറുന്നത്. അപ്പോൾ ഈ നാവ് കൊണ്ട് പറയുന്നത് ലേഖനമായിട്ട് വരത്തക്ക വിധത്തിൽ നാവിന്മേൽ ദൈവശക്തി വരുന്നു എങ്കിൽ നമ്മുടെ നാവ് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 51:14-15 എൻ്റെ രക്ഷയുടെ ദൈവമായ യഹോവേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണം, എന്നാൽ എൻ്റെ നാവ് നിൻ്റെ നീതിയെ ഘോഷിക്കും. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണം, എന്നാൽ എൻ്റെ വായ് നിൻ്റെ സ്തുതിയെ വർണ്ണിക്കും. അപ്പം നീതിയെ ഘോഷിക്കാനും സ്തുതിയെ വർണ്ണിക്കുവാനും ഉപയോഗിക്കുന്നത് നാവാണ്. നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ ഒരു നന്മയ്ക്ക് വേണ്ടി ഒരു വിവാഹത്തിന് പോകുന്നു, അല്ലെ നമ്മൾ പള്ളിയിൽ പോകുന്നു, അല്ലെ സഭായോഗത്തിൽ പോകുന്നു, അവിടെ ചെന്ന് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിട്ടല്ല ദൈവസന്നിധിയിൽ ചെല്ലേണ്ടിയത്. നമുക്കൊരു കടപ്പാടുണ്ട്. എൻ്റെ സഹോദരൻ എവിടെയെന്ന് ചോദിക്കുമ്പം എത്ര ബലഹീനനാണെങ്കിലും അവനെ അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ അനുഗ്രഹം ഇരട്ടിയായിട്ട് നമുക്കാണ് വരുന്നത്. അവരെ കാട്ടിക്കൊള്ളു, അവർക്കും വരും, നമുക്കും വരും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ നമ്മുടെ ഭവനം അനുഗ്രഹമായി മാറും. അതുപോലെ ഒരുത്തനും നീതിയോടെ വ്യവഹരിക്കുന്നില്ല, സത്യത്തോടെ പ്രതിപാദിക്കുന്നില്ല. അപ്പം നമ്മൾ നീതിയോടെ വ്യവഹരിക്കാനും സത്യത്തോടെ പ്രതിപാദിക്കാനും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ആഹ്വാനം ചെയ്യണം. അങ്ങനെയാണ് സത്യം അറിയുന്നത്. സത്യം പറയുമ്പോഴല്ലേ അറിയത്തുള്ളൂ. സത്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരാൾ വിളിച്ചു പറയാനും ദൈവം സത്യമാണെന്ന് ദിനംപ്രതി നമ്മുടെ ഹൃദയത്തിലെ ഓർപ്പിച്ചിട്ട് നമ്മുടെ ബുദ്ധിമണ്ഡലത്തിനെ ദൈവം ശുദ്ധീകരിക്കുകയാണ്. അതുകൊണ്ട് നീതികേട് പ്രവർത്തിക്കുന്നവർ അറിയുന്നില്ലല്ലോ, അപ്പം തിന്നുന്നവർ അവർ എൻ്റെ ജനത്തെ തിന്നുകൊള്ളും, ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. കാരണം എന്താണ് നിൻ്റെ നാവ് ശരിയാകാത്തത്? ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് പ്രാർത്ഥിക്കാത്തതുകൊണ്ട്. വ്യാജത്തെ നീ ആശ്രയിച്ചിട്ട് ഭോഷ്ക് സംസാരിക്കുന്നു. അപ്പം നമ്മൾ നന്മയേക്കാൾ തിന്മയും നീതിയെ സംസാരിക്കുന്ന വ്യാജം ഇഷ്ടപ്പെടുന്നു എങ്കിൽ നമുക്ക് തിന്മ മാത്രമേ വരത്തുള്ളൂ. എന്നാൽ സംഖ്യാപുസ്തകം 6:19 തൊട്ട് പറയുന്നുണ്ട്, വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല, അനുതപിപ്പാൻ അവൻ മനുഷ്യപുത്രനല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു. അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്ക് അത് മറിച്ചുകൂടാ. അതാണ് നമ്മൾ വ്യാജം പറയാൻ തന്നെ ദൈവം എന്നെ മനുഷ്യനാണോ? അവന് അനുദപിക്കാൻ തന്നെ അവൻ മനുഷ്യനാണ്? അല്ല. ദൈവം ഒരു കാര്യം പറയണമെങ്കിൽ അത് ആ ദൈവത്തിൻ്റെ ഇൻഫിനിറ്റ് വിസ്ഡത്തിലാണ് ദൈവം അത് പറയുന്നതെന്ന് ഓർക്കണം. ആ ഒരു ജ്ഞാനം നമ്മുടെ ഹൃദയത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ദൈവം ചിലപ്പോഴൊക്കെ ഞാൻ ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോൾ കർത്താവിനോട് മിണ്ടല്ലെന്ന് പറയും. അപ്പോഴെല്ലാം അറിയാതെ വല്ലതും പറഞ്ഞു ഭയങ്കര മണ്ടത്തരേ വരുത്തുള്ളൂ. പക്ഷെ കർത്താവിനോട് സിപ്പിടാൻ പറയാം. കർത്താവ് പരിശുദ്ധാത്മാവ് സിപ്പിടാൻ പറയും. ഉടനെ ആദ്യമൊക്കെ തെറ്റുപറ്റും, പക്ഷെ ക്രമേണ ഈ ആത്മാവ് ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഹേമിക്കുക. എന്തിനാവശ്യം? ചിലപ്പോൾ നല്ലതാ പറഞ്ഞു, എന്നാലും അവിടെ ആവശ്യമില്ലായിരുന്നു. മിണ്ടാതിരിക്കേ എന്നാൽ ആവശ്യമുള്ളപ്പം പറയുകയും വേണം. മിണ്ടാതിരിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും മിണ്ടായിരുന്ന കാര്യം നടക്കത്തില്ല. പക്ഷേ കാര്യങ്ങൾ പറയേണ്ടിയപ്പം പറയണം, ബുദ്ധിയായിട്ട് പറയണം. അപ്പം നീ വഞ്ചന നാവും നാശകരമായ വാക്കുകളാണ് ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് നിനക്ക് തന്നെ ദോഷം വരും. ഓരോരുത്തൻ തൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു. കപടമുള്ള അധരങ്ങളെയൊക്കെയും വമ്പു പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചുകളെ. സങ്കീർത്തനം 12:2. ഇതൊക്കെ വളരെ മർമ്മമായ വാക്യങ്ങളാണ്. ഇത് നമ്മുടെ മനസ്സിനെ ഒന്നും കൂടെ ഓർപ്പിക്കുക മാത്രമേ എനിക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. അതായത് സദൃശ്യവാക്യം 6:16 തൊട്ടുള്ള വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, 6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം അവനെ അറപ്പുള്ളതെന്ന്. ഗർവമുള്ള കണ്ണ്, വ്യാജ്യമുള്ള നാവ്, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യ്, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം, ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാല്, ഭോഷ്ക് പറയുന്ന കള്ളസാക്ഷിയും സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. അങ്ങനെ എത്ര പ്രാവശ്യം നാവിനെക്കുറിച്ച് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് പോലും. അതായത് എന്താ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത്? ദുരുപായം നിരൂപിച്ച ഹൃദയം, ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുകയാണ്. നാവ് ശരിയല്ലെങ്കിൽ നിൻ്റെ കണ്ണും നാവും ശരിയല്ലെങ്കിൽ രക്തം ചൊരിച്ചിലുണ്ടാകും. ഭോഷ്ക് പറയുന്ന കള്ളസാക്ഷി, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവൻ, ഇവയെല്ലാം ദൈവത്തിന് വെറുപ്പാണ്. നമ്മുടെ നിന്ന് മാറിപ്പോണം.
നമ്മളിന്ന് മാറിപ്പോയൊക്കത്തുള്ളൂ. എൻ്റെ ഹൃദയത്തിൽ ഇതൊക്കത്തില്ല, ഈ ഒരൊറ്റ വിത്ത് ഞാൻ ഇടിയിപ്പിക്കത്തില്ല. പലരും കുറ്റം ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും മതി നമുക്ക് വേറൊരു വിഷയത്തിലോട്ട് കയറാമെന്നും പറഞ്ഞ് പലരും ഡീവിയേറ്റ് ചെയ്ത് മാറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു ബുദ്ധിയാണ്. അതിന് യേസും നോയും പറയാതെ വേറൊരു ടോപ്പിക്ക് അങ്ങ് എടുത്തിടും. നാവിനെ ശുദ്ധമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന ഈ ദിവസങ്ങളിലെ സെഷൻസ് മിക്കതും നാവിനെ ശുദ്ധമാക്കുന്നതിനെ കുറിച്ചുള്ളതാണ് പറയിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് ശുദ്ധിയായിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരാം. നാഥാ, നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നീ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാകിയാൽ ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മക്കൾക്ക് ആ സമാധാനം. എങ്ങനെയാണ് ദൈവപ്രസാദം? ഞങ്ങളുടെ നാവുകൾ നിന്നെ സ്തുതിക്കുന്നതായി മാറട്ടെ. സ്തോത്രമെന്ന ധരഫലം നിൻ്റെ മുമ്പിലേക്ക് അർപ്പിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം കർത്താവ്. വേദപുസ്തകത്തിൽ നാവിനെക്കുറിച്ച് വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ട് കർത്താവ്. യാക്കോബിൻ്റെ 3-ാം അധ്യായം മുഴുവൻ നാവിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൻ്റെ മുമ്പിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചിട്ട് കർത്താവ്, നീ ഞങ്ങളോടൊരു കാര്യം ചോദിക്കുമ്പോൾ അത് ഉത്തരം തന്നെ കയീൻ പറഞ്ഞതുപോലെ അത് ഞാൻ അവൻ്റെ നോട്ടക്കാരൻ, അവനെ നോക്കുന്നവനാണോ, അങ്ങനെ ചോദിക്കാതെ ദൈവത്തിൻ്റെ ആത്മാവ് വിനയപ്പെട്ട് കർത്താവെ അതിന് ഉത്തരം ഞാൻ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഞാൻ നിന്നോട് പിന്നെ പറയാം, അത് വന്ന് പറയാം, അല്ലെങ്കിൽ അപ്പച്ചനോട് ചോദിക്കുന്നു. ഇങ്ങനെ വിനയപ്പെട്ട് ദൈവത്തോട് സംസാരിച്ചിട്ട് ഉത്തരം ലഭിക്കും വരെ ദൈവസന്നിധിയിലിരുന്ന് ബലഹീനതകളുണ്ടെങ്കിൽ അനുതപിച്ചു പ്രാർത്ഥിച്ചിട്ട് മുൻപോട്ട് പോകാൻ നീ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉന്നതനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ ശുദ്ധീകരിക്കാതെ അവിടുന്ന് ഒരു നന്മയും ഞങ്ങൾക്ക് ചെയ്തിട്ട് കാര്യമില്ല. ഞങ്ങളെ ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നത് പോലെ നന്മയുടെ അഭിഷേക തൈലം നമ്മുടെ മേൽ വീഴുമ്പോൾ ഞങ്ങൾ മൂലം അനേകർക്കത് പ്രയോജനമാക്കി തീർക്കുന്ന ദൈവത്തിന് നന്ദി. അഭിഷേകത്തിൻ്റെ തൈലം ഇവിടെ ഒഴുകട്ടെ. അഭിഷ എൻ്റെ ആത്മാവ് ഓരോ ഭവനത്തിലും കടന്നു വന്ന് നാവിനെ ശുദ്ധീകരിക്കുക, അധരങ്ങളെ ദൈവമേ നിനക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ, തിന്മയ്ക്കായിട്ട് കാലുകളെ ഇവിടെ ഉപയോഗിക്കാതെ കർത്താവിൻ്റെ മുൻപിൽ വന്ന് വിശുദ്ധിയോടെ ജീവിപ്പാൻ ഞങ്ങളെ നീ മാടി വിളിക്കുന്നത് ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്ന കർത്താവ്. നിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല. അതേ കർത്താവ്, ഞങ്ങളുടെ സകല കഷ്ടങ്ങളും നീ ഉത്തരം തരുന്ന ദൈവം. ഞങ്ങളുടെ കൂടെ നിന്ന് പച്ച പുൽപ്പുറത്തേക്ക് ഞങ്ങളെ നടത്തുന്നതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് സ്തോത്രം. തലമുറ മേൽ ഞങ്ങളുടെ അയക്കുന്ന വചനം ചെന്നിട്ട് കൊള്ളട്ടെ കർത്താവ്. ഈ വചനത്തിൻ്റെ ഒരു പുതപ്പ് തലമുറകൾ മേൽ നിന്ന് വീഴട്ടെ അപേക്ഷ. അവിടുന്ന് അത് ചെയ്യുന്നതിന് സ്തോത്രം. പ്രാർത്ഥനയോട് ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.